നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കൊണ്ടാഴി ഗാന്ധി ആശ്രമം ഗവൺമെന്റ് UP സ്കൂൾ കോൺക്രീറ്റ് റോഡ് നാടിന് സമർപ്പിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗം K. സുദേവന്റെ നേതൃത്വത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗാന്ധി ആശ്രമം ഗവൺമെന്റ് UP സ്കൂൾ റോഡിന്റെ കോൺക്രീറ്റിംഗ് നടന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 2023-24 സാമ്പത്തിക വർഷം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി AAP 46-ാം നമ്പർ പ്രകാരമാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 20 മീറ്റർ ദൂരം 10 സെന്റിമീറ്റർ കനത്തിൽ കോറി വേസ്റ്റ് ഇട്ട് ലെവൽ ചെയ്താണ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രവൃത്തിയിൽ ആകെ 64 മീറ്റർ നീളത്തിലും 2.8 മീറ്റർ വീതിയിലും 15 മീറ്റർ കനത്തിലുമായാണ് റോഡ് കോൺക്രീറ്റിംഗ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നാം കല്ല് റോഡിൽ പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മറ്റേ സോളാർ ലാമ്പ് ഉണ്ട്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ട്. ഈ ഭരണസമിതി ഇറങ്ങിപ്പോരുമ്പോഴേക്കും ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും വെളിച്ചം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. കുറച്ച് വെയിലുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ കിട്ടുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ഈ ഭരണസമിതി വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? പറയാൻ എന്തെങ്കിലും അല്ല, പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റുകളുടെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മുമ്പ് ഇവിടെ ഇടയ്ക്ക് കള്ളന്മാർ കയറിയായിരുന്നു അല്ലേ? ഇപ്പോൾ കള്ളന്മാർ വരുന്നുണ്ട്. എന്താ കാരണം? ലൈറ്റുകൾ കത്തുകയാണ്. അപ്പോൾ ആരിവിടെ വന്നു കഴിഞ്ഞാലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലായി മാറിയിരിക്കുകയാണ്. മുമ്പ് ഒട്ടേറെ കളവുകൾ അമ്പലത്തിലായാലും മറ്റു പല സ്ഥലങ്ങളിലായാലും പോലീസുകാരോ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു കേസ് ഉണ്ടാവാത്ത സാഹചര്യമില്ല. അപ്പം അതിന് പരിഹാരം ആയി എന്ന് മാത്രമല്ല, മറ്റു പല തരത്തിലും ഇപ്പോൾ പാമ്പ് കടി തുടങ്ങിയതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. 2-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം K. സുദേവൻ അധ്യക്ഷനായിരുന്നു. അവിടെയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ബാത്റൂമിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഷീറ്റ് മേലുൾപ്പെടെ എല്ലാം നമ്മുടെ ഈ ഭരണസമിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിവിധ മേഖലകളിലെ റോഡുകളുടെയും ഒക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ കിഴക്കുമുറി ഒക്കെയുള്ള പുതിയ ഒരു വാട്ടർ ടാങ്ക് അടക്കം നമ്മളിപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. അതുമാതിരി അവിടെയുള്ള കിണറിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വാർഡിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം നല്ല രീതിയിൽ തന്നെയുണ്ട്. നമ്മുടെ വാർഡിലുള്ള ആളുകളുടെ അഭിപ്രായമനുസരിച്ച് ഏറ്റവും മോശമായ റോഡുകൾ തിരഞ്ഞെടുത്തിട്ട് തന്നെയാണ് നമുക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B. നിഷമോൾ, P. രാജേഷ്, KP. വാസുദേവൻ, വിശ്വനാഥൻ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ 2-ാം വാർഡില്, പ്രത്യേകിച്ച് സുദേവ മെമ്പറുടെ വാർഡിൽ ഒരുവിധം എല്ലാ റോഡും കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതും കൂടെ അടുത്ത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതി പൂർത്തീകരിച്ച് ഇറങ്ങി പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങൾക്കും അതീവ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു, ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് 2-ാം വാർഡിൽ. നമ്മളൊരു 25 കൊല്ലം ബാക്കിലേക്ക് ഇഷ്ടമല്ല മറ്റേ സ്വീജ മെമ്പറാവുന്നതിന് മുമ്പേ നമ്മുടെ ഈ 2-ാം വാർഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 2-ാം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇനിയും സുധാകരന് വികസന പ്രവർത്തനം നടത്താൻ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. CCV ന്യൂസ്, കൊണ്ടാഴി.